ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണോ? പ്രതീക്ഷിക്കണോ? റെട്രോ സിനിമ കണ്ടു, ഇപ്പോൾ വീട്ടിൽ കയറി വന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാണാൻ വേണ്ടി പോയൊരു സിനിമയത്. ഭയങ്കര പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര പ്രതീക്ഷ. വല്ലാത്തൊരു വിശ്വാസം ഈ ഒരു സിനിമയുടെ കേസിൽ എനിക്ക് ഉണ്ടായിരുന്നു. മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കാർത്തിക് സുബരാജ് പടം. കാർത്തിക് സുബരാജിനെ അറിയാമല്ലോ, ഇതിനു മുമ്പ് മൂപ്പര് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഗംഭീര സിനിമയായിരുന്നു. ഒരു 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 കൈൻഡ് ഓഫ് മേക്കിംഗ് ഉണ്ട് മൂപ്പരുടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാർത്തിക് സുബരാജ് പടത്തിൽ സൂര്യ വരുന്നു, കാർത്തിക് സുബരാജ് സൂര്യനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹവും ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ആസ് എ സൂര്യ ഫാൻ, ഞാൻ വീണ്ടും പറയാം, ഞാനൊരു കട്ട സൂര്യ ഫാനാണ്. പക്ഷെ തോന്നിയ കാര്യം പറയണമല്ലോ. ഇനി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്നെ മറ്റേ ഫാൻ ആയതുകൊണ്ട് ഈ ഫാൻ ആയതുകൊണ്ടെന്നും പറഞ്ഞിട്ട് തെറി വിളിക്കാൻ വേണ്ടി വന്നിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് ആവറേജ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഇത് തോന്നിയത്. ആവറേജ് ആയിട്ടുള്ളൊരു സിനിമ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ പടം സൂര്യയുടെ കങ്കുവ, ആ ഒരു ക്ഷീണം മാറിയിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ. കാരണം കങ്കുവയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. സൂര്യക്ക് പെർഫോം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റണ്ട, അങ്ങനെ ഒരു ഐറ്റം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് സൂര്യയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിനെ ഇങ്ങനെ സ്ക്രീനിൽ പല സീൻസിലും കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ സൂര്യ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ജയറാമിൻ്റെ പാർട്ട്, ജയറാം നല്ല വെടുപ്പായിട്ട്, മുമ്പരുടെ കുറച്ച് ചിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. കോമാളിയാക്കിയ പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇതിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ രസമായിരുന്നു പുള്ളിയെ കാണാനാണെങ്കിലും. ജോജു ജോർജ് ഓൾസോ ചെയ്തവരൊക്കെ നന്നായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അല്ല, എല്ലാവരും അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പെർഫോമൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓവറോൾ എന്താ പറയുക, ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ചിലയിടത്ത് ഹൈ വരും. ഹൈ ഒന്ന് തന്നു വരുമ്പോഴേക്കും പിന്നെയും താഴെ പോവും. പിന്നെ നമുക്ക് പലയിടത്തും വാവ് എന്നുള്ളൊരു സാധനം തോന്നും, പിന്നെയും താഴെ പോവും. ഇങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലൊരു ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയത്. ആ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ ഭയങ്കര കുറവായിരുന്നു. പലയിടത്തും നമ്മളിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഒരു ഇതിലിരിക്കും. പിന്നെ സൂര്യയോടുള്ളൊരു ഭയങ്കരമായ ഇഷ്ടവും, പുള്ളിയുടെ പെർഫോമൻസിൽ പ്രത്യേകിച്ച് ഇതിൽ തെറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടൊക്കെ സൂര്യനെ കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം, സൂര്യയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടിരിക്കാം. പുള്ളി നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഫൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളി ആ സീൻസൊക്കെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിനെ ഞാനൊന്നും പറയില്ല, നല്ല ഗംഭീര മേക്കിംഗ് തന്നെയായിരുന്നു. ആസ് യൂഷ്വൽ കാർത്തിക് സുബരാജ് അടിപൊളിയായിട്ട് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. വിഷ്വലി കാണുമ്പോഴൊക്കെ നല്ല രസമാണ് ഈ സിനിമ, മനസ്സിലായ? വിഷ്വലി ഗംഭീരമായിട്ട് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഓവറോൾ അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്തെ നമുക്ക് ഈ മേക്കിംഗ് ഗംഭീരാണെങ്കിലും എനിക്ക് എന്താ അതിന് ടെക്നിക്കലി ടേം എടുത്ത് പറയേണ്ടതെന്നുള്ളത് അറിയില്ല. പലയിടത്തും നമുക്കൊന്ന് ഇഴച്ചിൽ പോലെ തോന്നുക. ഇപ്പം ചില സിനിമകളുടെ കേസിൽ സംസാരിക്കുന്ന സമയത്ത് മെല്ലപ്പോക്കാണെങ്കിൽ ആ മെല്ലപ്പോക്ക് നമ്മളെ ബോറടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് സിനിമ ഡിസേർവ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സിനിമയുടെ കേസിൽ എനിക്ക് പലയിടത്തും ആ ഒരു മെല്ലപ്പോക്ക് എന്ന് പറയുന്ന സംഭവം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മെല്ലപ്പോക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു അയ്യോ എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് നല്ല നല്ല ഹൈ മൊമെന്റ്സ് ഉണ്ട്. ഓക്കെ, മൊമെന്റ്സ് ഉണ്ട്, നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. ക്വാളിറ്റി മൊമെന്റ്സ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അപ്പം മൊമെന്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഓവറോൾ ഒരു സിനിമ, അല്ലെങ്കിൽ സൂര്യയുടെ ഒരു കംബാക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഭീകരമായ ഒരു കംബാക്ക് ഒക്കെ ആയിരിക്കണ്ടേ. അപ്പോൾ ആ ലെവലിലൊക്കെ റെട്രോ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം പറയാനുള്ളതാണ് ആക്ച്വലി ഉള്ളത്. ദിസ് ഈസ് മൈ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വിഷമായി, സങ്കടമുണ്ട്, സീരിയസ്ലി. നടുപ്പിൻ നായകൻ സൂര്യ ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കംബാക്ക് ഉണ്ടല്ലോ, ഒരു ആവറേജ് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലൊക്കെ ഉപരി ഇതാണ് തിരിച്ചുവരവ്, ഇങ്ങനെ ആയിരിക്കണം തിരിച്ചുവരവ്, പൊളിച്ചടുക്കി എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല, ആരുടെയും നമ്മൾ തിരിഞ്ഞു നോക്കാൻ വേണ്ടി നിന്നിട്ടില്ല.
ഞാനിതാ എനിക്ക് തോന്നിയ കാര്യമാണ് വന്ന് ആക്ച്വലി പറഞ്ഞത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയണത്. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അത് നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. കാരണം ഞാനൊരു കട്ട സൂര്യ ഫാനാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് പടം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് സന്തോഷമാണ്. ആയിക്കോട്ടെ, സന്തോഷം. എനിക്കെന്തോ ഒരു ആവറേജ് കണക്കായിട്ട് മാത്രമാണ് തോന്നിയത്. ആൻഡ് അഗെയിൻ ഐ എം സെയിങ്, കങ്കൂവ ആ ഒരു ക്ഷീണം മാറ്റിയിട്ടുണ്ട്. ആ ഒരു ക്ഷീണം 100% മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സൂര്യനെ തെറ്റു പറയാൻ ആക്ച്വലി ഇല്ല. ആസ് ആൻ ആക്ടർ തെറ്റു പറയാൻ പുള്ളിനെ ഇല്ല. പുള്ളിയുടെ പാർട്ട് പുള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു പുള്ളിയെ കാണാനൊക്കെ. പുള്ളി മെനക്കെട്ടിട്ടുണ്ട് ഈ സിനിമയുടെ കേസിൽ കുറേ, അത് കാണാനുമുണ്ട്. പക്ഷെ അത് കാര്യമില്ലല്ലോ. പെർഫോമൻസ് ഗംഭീരമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല കളർഫുള്ളായി നല്ല മേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് സ്ക്രീൻ പ്ലേ എന്നാണോ അതിനെ പറയുക, നമുക്ക് ആ ഒരു എൻഗേജിങ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് എനിക്ക് ഇതായിട്ട് തോന്നി. യെസ്, ഓഫ് കോഴ്സ് പൂജ ഹെഗ്ഡെ അവരും ഇതിൽ മോശമാക്കിയിട്ടില്ല, നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. ദിസ് ഈസ് റെട്രോ ഫോർ മീ. ഇനിയിപ്പോൾ സൂര്യയുടെ അടുത്ത പടം ഏതാ? കമോൺ മാൻ, ഒരു ഗംഭീര തിരിച്ചു വരവ് ഇതാ അണ്ണേ. ரொம்ப പിടിക്കുന്നേ. ഞാനൊക്കെ പണ്ട് തൊട്ടേ നമ്മളൊക്കെ സൂര്യ ഫാനാണ്. ഇപ്പോൾ ഫാൻ ഷോയിനൊന്നും പോകണില്ല എന്ന് മാത്രം. പണ്ടൊക്കെ നമ്മളെല്ലാം സൂര്യയുടെ പടത്തിനും ഫാൻ ഷോയിന് പോകും, ആവേശത്തോടു കൂടി തന്നെ പോകുന്നത്. ആ ഒരു വല്ലാത്തൊരു സ്നേഹമാണ് പുള്ളിയുടെ അടുത്ത്. പുള്ളി മുമ്പ് ചെയ്തു വെച്ച സിനിമകളൊക്കെയാണ് ആ ഒരു കാരണം, മനസ്സിലായ. പുള്ളിയുടെ ഒരു പെർഫോമൻസും പുള്ളിയുടെ സിനിമകളും ഒക്കെയാണ് കാരണം. അപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ചായിട്ട് ഭയങ്കരമായ ഒരു ഫെയിലിയേഴ്സിലൂടെ പോകുന്നത് കാണുന്ന സമയത്ത് സങ്കടമാണ്. അത് ഞാൻ ഉള്ളിൽ തട്ടിയിട്ടാണ് ആക്ച്വലി പറയുന്നത്. സങ്കടമുണ്ട്. അപ്പം ഇറങ്ങിയ 2 പടങ്ങളാണെങ്കിൽ അത് OTT, അത് സൂറൈ പോട്ടർ ജൈമി നല്ല സിനിമകളായിരുന്നു. പക്ഷെ തിയേറ്റർ മിസ്സായി. തിയേറ്ററിൽ വന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ അത്ര കാര്യമായിട്ടൊന്നും സക്സസ്ഫുൾ ആയതുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സിൻസിയർലി നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പടം, അതും കാർത്തിക് സുബരാജിൻ്റെ കൂടെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഗംഭീര സാധനം വരുന്നൊക്കെയല്ലേ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് മിസ്സായിപ്പോയി. ആ ഒരു ഗാംഭീര്യമായ സാധനം കിട്ടി. എനിക്കറിയില്ല എൻ്റെ പ്രതീക്ഷയുടെ അമിതഭാരം കൊണ്ടാണോ എന്നൊന്നും മയടോണോ. എനിക്കിതാണ് ആക്ച്വലി തോന്നിയത്. ഇത്ര പറയുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയി കാണും. ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ഞാൻ തോന്നുന്നത്. ഇതിൻ്റെ പേരിൽ ഇനി ആൾക്കാർ കളിയാക്കാനും പിടിക്കാനും നിൽക്കല്ലേ കേട്ടോ. ഭ്രാന്ത് പിടിപ്പിക്കാതെ പോക്ക് എൻ്റെ അകത്ത് വന്നിട്ട്. ഫാനിസം തേങ്ങാക്കോലയൊക്കെ അത് ആരുടെ, വിജയ് ഫാനാണെങ്കിലും അജിത് ഫാനാണെങ്കിലും ഒക്കെ ടീഷർട്ടിട്ട് നടന്നു. അത് ഇവിടെ സൂര്യന് ഇതിൻ്റെ അകത്തൊരു തേങ്ങാക്കോലയും പറയാനില്ല. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ സിനിമ നോക്കുന്ന സമയത്ത് ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രം തോന്നുന്നു എന്നാണ് ആക്ച്വലി പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഇവിടെ അടുത്ത് കോപ്പ് തേങ്ങാന്നൊന്നും പറഞ്ഞിട്ട് ഈ കളിയാക്കൽ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻകറേജ് ചെയ്യില്ല. ഇട്ടേ ഞാൻ തൂക്കി കയറിയും. ആസ് എ ഫാൻ എന്നുള്ള രീതിയിലാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം, എന്താ പറയുക, ഭയങ്കര അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അതൊരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലാവും. ഞാൻ സൂര്യയുടെ ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയുടെ ഗംഭീരമായൊരു സിനിമയും ഒരു തെറ്റും പറയാനില്ലാത്തൊരു സിനിമയാണ് ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫാൻ എപ്പോഴും ഉള്ള കാര്യം പറയണം എന്നുള്ളതാണ് ന്യായം. അപ്പം ഞാൻ എന്നെ വളരെ ആത്മാർത്ഥമായ ഒരു ഫാനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ബൈ.